ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഹയസ്റ്റ് പോയിന്റ് ഏകദേശം 52,000 നിയർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അടുത്തുള്ള ഒരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു 51,000 നിയർലി ആയിട്ട് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ബിഗർ പിക്ചറിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ബാങ്ക് നിഫ്റ്റി പ്രീവിയസ്ലി ഉള്ള ഒരു ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവല് ഏകദേശം 51,000 എന്ന് പറയുന്ന ഈ ഒരു ലെവല് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഓൾ ടൈം ഹൈ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ ഇവിടെ മാർക്കറ്റ് എന്താണ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന വീക്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മേ ബി ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു താഴേക്കുള്ള ഈ ഒരു ഡിമാൻഡ് സോണിലേക്കുള്ള ഒരു കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഈ ഒരു ലെവൽ മേ ബി ഈ ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു ലെവല് ഈ ഒരു നിയർലി പ്രീവിയസ് ഹൈ ലെവൽ കൺസൾട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ ഇതൊരു ചെറിയ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ തിരിച്ച് താഴേക്ക് തന്നെ ഒരു കറക്ഷൻ വരാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ബെറ്റർ ഓപ്ഷൻ ഒരു കോൾ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നല്ലത്. കാരണം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഏകദേശം 52,000 കണ്ടോ 52,000 അത്യാവശ്യം കോൾ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 50-500 അത്യാവശ്യം ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കോൾ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിൽ 51,000 നിന്നോ അല്ലെങ്കിൽ 52,000 നിന്നോ അല്ലെങ്കിൽ 52,500 നിന്നോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റിൽ ഈ ഒരു 50-500 ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് മാക്സിമം ഈ ഒരു ബ്രേക്കിംഗ് ഈ ഒരു ലെവൽ വരെ നമുക്ക് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്ന് ഒരു ഫാൾ 50-500 നമുക്കൊരു ഫാൾ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഈ ഒരു 50-500 എബോല് ഒരു കോൾ സ്പ്രെഡ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഓപ്ഷൻ സെല്ലിംഗ്, ഞാൻ പേഴ്സണലി ഒരു ഓപ്ഷൻ സെല്ലർ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 52,500 മുകളിലേക്കുള്ള ഒരു കോൾ സ്പ്രെഡ് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്യാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം നമുക്ക് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ ഇനി മുകളിലേക്ക് വലിയൊരു മൂവ്മെന്റ് ചാൻസ് കുറവാണ്. മാക്സിമം ഒരു 52,500 ആ ഒരു ലെവലിലേക്കായിരിക്കും മൂവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബെറ്റർ ഓപ്ഷൻ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൾ സ്പ്രെഡ് തന്നെ ആയിരിക്കും. നിങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും താഴേക്ക് നമുക്ക് ഒരു 1 അവറിലൊരു ഡിമാൻഡ് സോൺ ഈ ലെവലിൽ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു സോൺ ഉണ്ട് 51 സംതിങ്ങിലും അതേപോലെ 50-400 ഈ ഒരു ഏരിയയിൽ ഒരു 1 അവറിൽ സോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിമാൻഡ് താഴേക്ക് വേണമെങ്കിൽ എന്ത് എക്സ്പെക്ട് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഫുഡ് സ്പ്രെഡ് ആഡ് ചെയ്യാനേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു കോൾ സ്പ്രെഡ് തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 50-500 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ലെവൽ 52,500 ഈ 51,000 ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്ലാന് നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീക്കിലെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വീക്കിൽ നമ്മളെടുത്ത ട്രേഡിന്റെ പ്രോഫിറ്റ് ലോസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഓൾറെഡി ഞാൻ ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ട്രേഡ്സ്. അതിന്റെ P&L റിപ്പോർട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് P&L എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ സെഗ്മെന്റ് സെലക്ട് ചെയ്യാം, റിയലൈസ്ഡ് P&L സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഏകദേശം 13 to 10 അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് ഈ ഒരു ബുധനാഴ്ച വരെയുള്ള ഇന്നലത്തെ വരെയുള്ള ട്രേഡ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് വീക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയ ലാസ്റ്റ് വീക്കിൽ 3,35,000 ആണ് കഴിഞ്ഞ വീക്കിൽ എടുത്ത പ്രോഫിറ്റ്. അതിൽ ബ്രോക്കറേജ് കഴിഞ്ഞ ഏകദേശം 3,29,000 രൂപയാണ് ലാസ്റ്റ് വീക്കിൽ ട്രേഡ്സ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് വീക്കിൽ എടുത്ത പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഈ വീക്കിൽ എടുത്ത ട്രേഡിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കി ഈ വീക്കിലെ ട്രേഡിന്റെ ഡീറ്റെയിൽസുകളും നെക്സ്റ്റ് വീക്കിലെ നമ്മൾ ഈ ഒരു പ്ലാന് എവിടെ വരെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീക്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.